നമസ്കാരം. IPL 2026 റിട്ടൻഷൻ ഡേറ്റ് ഈ നവംബർ 15. സോ അതിന് മുമ്പ് 2025 ടീമുകളുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു റീവിസിറ്റ്, അതുപോലെ തന്നെ ഈ വരുന്ന റിട്ടൻഷനിൽ അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ പ്ലേയേഴ്സ് പുറത്തേക്ക് പോകും, ഏതൊക്കെ പ്ലേയേഴ്സ് അകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള സാധ്യതകൾ നോക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു ടീമാണ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ആദ്യം സീസൺ തുടങ്ങിയപ്പോൾ മോശം പെർഫോമൻസ് ആയിരുന്നു. ഋതുരാജ് ആയിരുന്നു ക്യാപ്റ്റൻ. പിന്നീട് ഋതുരാജ് ഇഞ്ചുറിയായി. ധോണി തിരിച്ചു വന്ന് ടീമിനെ കരകയറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതും ഉണ്ടായില്ല. പക്ഷേ ഒരു സീസണിൻ്റെ അവസാന ഭാഗത്ത് ഡെവോൾ ബ്രവീസ്, ഉർവിൽ പട്ടേൽ, അതുപോലെ തന്നെ ആയുഷ് മാത്ര എന്നിവരൊക്കെ ടീമിലേക്ക് വന്നിട്ട് ഒരു ഉണർവ് ആ ടീമിൽ നമുക്കൊരു സീസണിൻ്റെ എൻഡ് ആയപ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പോസിറ്റീവാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ സീസണിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തിയപ്പോൾ ശരിക്കും 2025 ഈ ടീം ഇട്ടപ്പോൾ CSKയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു വെച്ചാൽ, പതിവ് പോലെ തന്നെ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ച് ഉണ്ടാക്കുക, അതിന് യോജിക്കുന്ന ടൈപ്പ് ഒരു ടീമിനെ വിളിച്ചെടുക്കുക, അതിനുശേഷം സീസണിലെ ഹോം മാച്ചസ് എല്ലാം മാക്സിമം വിൻ ചെയ്യുക, എവേ മാച്ചസും കൂടെ കുറച്ച് മാച്ചസും കൂടെ വിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ പ്ലേ ഓഫിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷവും അവർ ടീം ഇട്ടത്. പക്ഷേ അവർക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ വർഷം മുതൽ BCCI ഡയറക്റ്റ് പിച്ചുകൾ തീരുമാനിക്കുകയും പിച്ചുകളുടെ സ്വഭാവം തീരുമാനിക്കുകയും ചെയ്തതോടുകൂടി പിച്ചുകളുടെ കൺട്രോൾ ഫ്രാഞ്ചൈസികൾക്ക് ഇല്ലാതാവുകയും ചെന്നൈക്ക് പണി കിട്ടുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്. അതല്ലാതെ തന്നെ മറ്റൊരു കാരണം പറയാനാണെന്നുണ്ടെങ്കിൽ മറ്റ് ഫ്രാഞ്ചൈസികളെല്ലാം ഒരു ന്യൂ ഏജ് ക്രിക്കറ്റ് സ്റ്റൈലിലേക്ക് മാറിയപ്പോഴത്തേക്ക്, അങ്ങോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ചെന്നൈ ട്രഡീഷണലായിട്ട് അവർ എന്തൊക്കെയാണോ ചെയ്തു വന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട് ചെന്നൈ കഴിഞ്ഞ വർഷവും ഇരിക്കുന്നതാണ് മറ്റൊരു റീസൺ. കാരണം അവർ പഴയ പ്ലേയേഴ്സിനെ വിളിച്ചെടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്ത് കളിപ്പിക്കുക എന്നൊക്കെ ഉള്ളായിരുന്നു അവരുടെ പഴയ സ്ട്രാറ്റജി. അതായത് രഹാന അടക്കമുള്ള, റോബിൻ ഉത്തപ്പ അടക്കമുള്ള പല പ്ലേയേഴ്സിലും നമ്മളത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് അവർ റിക്രൂട്ട് ചെയ്ത ദീപക് ഹൂഡെ, അതുപോലെ തന്നെ വിജയ് ശങ്കർ, അതുപോലെ തന്നെ ത്രിപാഠി, ഇവർ 3 പേരും വമ്പൻ പരാജയമാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പ് മിഡിൽ ഓർഡർ അവർക്ക് പരാജയം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും 2025 സീസൺ അവസാനിച്ചപ്പോൾ CSK സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ് അവർക്ക് ഒരു യങ് കോറിനെ ബിൽഡ് ചെയ്യാനായിട്ടെങ്കിലും സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. അതായത് ഉർവിൽ പട്ടേൽ, ആയുഷ് മാത്രേ, ഡെവോൾ ബ്രവീസ്, നൂർ അഹമ്മദ്, അതുപോലെ അൻഷുൽ കമ്പോജ് എന്നീ യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു കോർ അവർക്കിപ്പോൾ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഋതുരാജ് കൈക്കാടും കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർ അവർക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഇപ്പോൾ അവരുടെ കയ്യിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേയേഴ്സിനെ അവർ റീറ്റെയിൻ ചെയ്യും, ഏതൊക്കെ പ്ലേയേഴ്സിനെ അവർ പുറത്തേക്ക് കളയും എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അശ്വിൻ എന്തായാലും റിട്ടയർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ആദ്യം തന്നെ ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ബാറ്റേഴ്സിനെ നമുക്ക് നോക്കാം. മഹേന്ദ്ര സിംഗ് ധോണി, ഋതുരാജ് ഗെയ്ക്വാഡ്, ഡെവോൾ ബ്രവീസ്, ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ, ഷെയ്ഖ് റഷീദ്, വൻഷ് ബേദി, ആൻഡ്രേ സിദ്ധാർത്ഥ്, ഡെവോൺ കോൺവേ, രാഹുൽ ത്രിപാഠി, ദീപക് ഹൂഡ എന്നിവരാണ് ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബാറ്റ്സ്മാൻമാർ. ഇനി ഓൾറൗണ്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രച്ചിൻ രവീന്ദ്ര, വിജയ് ശങ്കർ, സാം കുരൻ, ജേമി ഓവർട്ടൺ, കമലേഷ് നാഗർകോട്ടി, രാമകൃഷ്ണ ഘോഷ്, രവീന്ദ്ര ജഡേജ, ശിവം ദൂബെ എന്നിവരാണ് ഇവരുടെ ഓൾറൗണ്ടേഴ്സ്. ബോളേഴ്സായിട്ടുള്ളത് നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, നാഥൻ എല്ലിസ്, ഖലീൽ അഹമ്മദ്, മഹീഷ പത്രാന, മുകേഷ് ചൗധരി, അതുപോലെ തന്നെ ശ്രേയസ് ഗോപാൽ എന്നിവരാണ്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സിൽ നിന്ന് ഏതൊക്കെ പ്ലേയേഴ്സിനെ ഇവർ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ചാൻസസ് ഇതൊക്കെയാണ്: ദീപക് ഹൂഡ, ത്രിപാഠി, വിജയ് ശങ്കർ, സാം കരൺ, കോൺവേ, മുകേഷ് ചൗധരി, ശ്രേയസ് ഗോപാൽ, ഇത്രയും പേരെ ഉറപ്പായിട്ടും റിലീസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു 50-50 ചാൻസ് ഉള്ള 2-3 പേരുണ്ട്. ഒന്ന് മതീഷ പത്രാനയാണ്, രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ ജേമി ഓവർട്ടൺ എന്നിവരാണ്. മതീഷ പത്രാനയുടെ കാര്യം ചെന്നൈയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് മതീഷ പത്രാന. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മോശം പെർഫോമൻസ് ആണ്. IPL കഴിഞ്ഞ സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. SA T20 മോശം പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് നല്ല പെർഫോമൻസ് ആയിട്ട് ഒന്നും കാണാനായിട്ട്. പക്ഷേ ഓവർട്ടനെ എനിക്ക് തോന്നുന്നില്ല അവർ കളയുമെന്ന്. ഓവർട്ടനെ ഒരു ഫ്യൂച്ചർ, ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ അവർ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രയും ഒരു ഫ്യൂച്ചർ അസറ്റ് എന്നുള്ളത് ചെറിയ എമൗണ്ടിലാണ് ഇത് ഈ 2 പേരും കിട്ടിയേക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ 2 പേരും കീപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും രച്ചിൻ രവീന്ദ്ര ഒരു ബാക്കപ്പായിട്ട് അവർക്ക് നോക്കാനായിട്ട് പറ്റും. ഇനി ഇവർ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്ലേയിങ് 11 ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഋതുരാജ് ഗെയ്ക്വാഡ് ഓപ്പണിംഗ് വിത്ത് ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ നമ്പർ 3, ഡെവോൾ ബ്രവീസ് നമ്പർ 4, ശിവൻ ദൂബെ നമ്പർ 5, നമ്പർ 6 ഇവർക്കൊരു പ്ലെയറിനെ ആവശ്യമായിട്ടുള്ളത്. നമ്പർ 7 രവീന്ദ്ര ജഡേജ, പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി, നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, നാഥൻ എല്ലിസ്,
മതീഷ പത്രേന ആസ് ആൻ ഇമ്പാക്ട് പ്ലെയർ. ഇപ്പോൾ ഈ ഒരു ടീമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടത് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറിനെ അവർക്ക് വേണം. അതുപോലെ തന്നെ അശ്വിന് പകരമായിട്ട് ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറെ അല്ലെങ്കിൽ ഒരു സ്പിന്നറിനെ തീർച്ചയായിട്ടും അവർക്ക് വേണം. സോ ഇത് രണ്ടുമാണ് ഇവർക്ക് അത്യാവശ്യം വേണ്ടത്. പിന്നെ ഉള്ള പ്ലേയേഴ്സിന് ബാക്കപ്പ് ആയിട്ടുള്ള ഇപ്പോൾ പേസ് ബോളിങ്ങിന് ഒരു ബാക്കപ്പ് വേണം. അതുപോലെ തന്നെ ഇനി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് ഏതെങ്കിലും ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പാണ് ഇവർക്ക് ഇനി വേണ്ടത്. ഇനി മോസ്റ്റ് പ്രോബബ്ലി ഇവർ ഈ ബാക്കപ്പിന് വേണ്ടിയിട്ട് നോക്കാനുള്ള പ്ലേയേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്, ഒരു ട്രേഡിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പ് ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഇതുവരെ ഒരു IPL ടീമും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത ഒരു പ്ലെയറാണ്. ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ മാക്സ്വെൽ, കുറേ വർഷങ്ങളായിട്ട് മാക്സ്വെൽ ചെന്നൈ വരും എന്ന് പറയുന്നത്. ചെന്നൈ വന്നു കഴിഞ്ഞാൽ IPL മോശം പെർഫോമൻസിന് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എല്ലാ ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. സോ മാക്സ്വെൽ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ RCB റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ്സ്റ്റണിനെയും ചെന്നൈ പരീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ 1 ഗ്രീനാണ്. ഗ്രീനിന് ഇപ്പോൾ ചെന്നൈ വിളിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പേരെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 കോടി അടുപ്പിച്ച് ചെന്നൈയുടെ പേഴ്സിലുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഗ്രീനിനൊരു വലിയ വിളി വരുവാണെന്നുണ്ടെങ്കിലും ചെന്നൈ ബീറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ KKR ഇപ്പോൾ അയ്യറിനെ റിലീസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം KKR മാത്രമേ ഒരു ചലഞ്ചിങ് ആയിട്ട് വരാനുള്ളൂ. സോ അവർക്ക് ഈ വേണ്ട ഒരു പ്ലേയേഴ്സിൽ അത്യാവശ്യമുള്ള ഒരാളാണ് ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ട് എന്നുള്ളത്. അത് ഗ്രീനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ സാം കറിനെ അവർ റിലീസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഓവർട്ടനെ ഒരു ബാക്കപ്പായിട്ട് വെച്ചിരുന്നാൽ പോലും അവർക്കൊരു മെയിൻ പ്ലെയർ പ്ലേയിങ് ലെവലിൽ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ അത്യാവശ്യം 2-3 ഓവർ കൊടുക്കാനുള്ള ഒരു സൂപ്പർ പ്ലെയറാണ് കാമറൂൺ ഗ്രീൻ. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് പഞ്ചാബ് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോയിനിസിനും ചാൻസ് ഉണ്ട്, ചെന്നൈ വിളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ബോളേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അഥവാ ഒരു പത്രാനെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അഥവാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കപ്പ് ആയിട്ടെങ്കിലും ബോളേഴ്സിൻ്റെ ആവശ്യമുണ്ട്. സോ ഷമി ഒരു ഓപ്ഷനാണ്. സൺറൈസേഴ്സ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഷമി ഒരു ഓപ്ഷനാണ്. നടരാജൻ ഡൽഹി റിലീസ് ചെയ്യണമെങ്കിൽ നടരാജൻ തീർച്ചയായിട്ടും ചെന്നൈയിലേക്ക് വരുവാണെങ്കിൽ തമിഴ്നാട് എന്ന് പറഞ്ഞൊരു സംഭവം. സോ അത് ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാറ്റ് ഹെൻറി ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വില്യം ഒറൂക്കും ഒരു ഓപ്ഷനാണ്. ന്യൂസിലാൻഡ് പ്ലേയേഴ്സ് ആണ്. ഫ്ലെമിംഗ് അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ഇവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബാക്കപ്പായിട്ട്. ഇനിയും പ്ലേയേഴ്സ് ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ആരൊക്കെ ഇനി ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളൊരു ലിസ്റ്റ് എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ചെന്നൈ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടീം ഓക്കെ ആണോ, അഥവാ ഇനി ഈ ടീമിലേക്ക് വേറെ ആരെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലേയിങ് 11 അതുപോലെ ബാക്കപ്പ് സഹിതം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക. ഏത് രീതിയിൽ ഇതിനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈ ഒരു ബെറ്റർ പെർഫോമൻസ് 2026 കാഴ്ചവെക്കും, ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ചെന്നൈക്ക് വരാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ തീർച്ചയായിട്ടും ധോണിയെ ക്യാപ്റ്റനായിട്ട്, ധോണി കളിക്കുന്നുണ്ടെങ്കിൽ ധോണി ക്യാപ്റ്റനായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞാണ്. ധോണി കളിക്കുന്നുണ്ടെങ്കിൽ അത് ധോണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ടീമിന് ചെയ്യാൻ പറ്റുന്നത് ക്യാപ്റ്റൻ ആവുക എന്നുള്ളതാണ്. ആ എക്സ്പീരിയൻസ് ടീമിന് ആസ് എ ക്യാപ്റ്റൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിക്കറ്റ് കീപ്പിംഗിലായാലും ബാറ്റിങ്ങിലായാലും ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്രയും പ്രായം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ക്യാപ്റ്റൻസിയാണ്. അത് ധോണി ചെയ്യുക. പിന്നെ വേറെ ഒന്ന് അവരുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കുറച്ചൊന്ന് മാറ്റി കുറച്ച് മോഡേൺ ആക്കുക. ഇപ്പം തന്നെ അവർ ഓൾറെഡി കഴിഞ്ഞ സീസൺ എൻഡിൽ ചെയ്ത പോലെ പുതിയ പ്ലേയേഴ്സിന് അവസരം കൊടുക്കുക. ചെന്നൈയിൽ നിന്ന് ഒരിക്കലും പുതിയ പ്ലേയേഴ്സിനെ എടുത്തിട്ട് നേരെ പ്ലേയിങ് ലെവലിലേക്ക് അവസരം കൊടുത്തിട്ടില്ല. സോ കഴിഞ്ഞ വർഷം അതിനൊരു മാറ്റം നമ്മൾ കണ്ടു. അപ്പോൾ ഈ വർഷം കൂടുതൽ മാറ്റങ്ങൾ, കൂടുതൽ യങ്സ്റ്റേഴ്സ്, കാരണം ഒരു ജനറേഷൻ ഓഫ് ക്രിക്കറ്റ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പഴയ ദീപക് കൂടെയോ അവരുടെ ഒന്നും പോലെ അല്ല ഇപ്പോഴത്തെ പ്ലേയേഴ്സ്. അതായത് 2020 ഉണ്ടായതിനു ശേഷം ജനിച്ച പ്ലേയേഴ്സാണ് ഈ ആയുഷ് മാത്രയൊക്കെ. സോ അങ്ങനെയുള്ള പ്ലേയേഴ്സിന് തരാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് പഴയ പ്ലേയേഴ്സിന് തരാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അവരുടെ സ്ട്രാറ്റജിയിൽ ഊന്നിക്കൊണ്ട് തന്നെ പുതിയ യങ് പ്ലേയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരികയും അവരെ വെച്ചിട്ട് ഉള്ളൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് നല്ല രീതിയിൽ ഈ വർഷം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. കാരണം ഇപ്പോൾ തന്നെ അവരുടെ ഒരു ബേസ്, അവരുടെ ഒരു കോർ അവർക്ക് സെറ്റാണ്. ഒരു യങ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോർ. ജഡേജ അടക്കമുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. സോ അതുകൊണ്ട് തന്നെ ഇനി പത്രാനെ അവർ നന്നാക്കി എടുക്കുമോ അതോ പത്രാനെ വിട്ടിട്ട് നല്ലൊരു ബോളറിനെ വേറെ ഓപ്ഷൻ നോക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് അറിയേണ്ടത്. സോ എന്തായാലും ചെന്നൈ 2026 പോകുകയാണെങ്കിൽ ഓപ്ഷനിൽ നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഒരു ടീമായിട്ട് ചെന്നൈക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു IPL ടീമിൻ്റെ ഇതുപോലെ റിട്ടൻഷൻ സാധ്യതകളും അതുപോലെ തന്നെ റിലീസ് ചെയ്യാനുള്ള പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ.